എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ അംഗീകരിക്കാത്തവരുടെ ആതിഥ്യം ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. അത് മാനസികമായി നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യാത്ത തെറ്റിനെ നിങ്ങൾ തെറ്റുകാരനെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അവരോട് നിങ്ങൾ ഒരു പ്രതികരണവും അവർ പ്രതികരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. കഴിവതും കുറച്ചു സമയം കൊടുത്താൽ അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക. അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നും യാതൊരു സംതൃപ്തിയും ഉണ്ടാകില്ല. ഒരിക്കലും ഒന്നിനോടും അമിതമായ ഇഷ്ടമോ അത്യാഗ്രഹമോ തോന്നരുത്. എപ്പോഴും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. ബന്ധുക്കളായിരുന്നാലും സുഹൃത്തുക്കളായാലും അവരുടെ പുരോഗതിയിലും അവരുടെ വളർച്ചയിലും നാം അഭിമാനം കൊള്ളണം. ഒരിക്കലും അവരുടെ വളർച്ചയിൽ നാം അസൂയപ്പെടരുത്. അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളോ ഫലങ്ങളോ അവ ഉടൻ തന്നെ നാം ഉപയോഗിക്കാൻ ശ്രമിക്കാതിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആകാവൂ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതോ അല്ലാത്തതോ എന്ന് മനസ്സിലാക്കൂ. ഏതിനോടും അധികമായ അത്യാഗ്രഹം കാണിക്കാതിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിൽ കൂടി തന്നെ ആയിരിക്കണം നിങ്ങൾ നേടിയെടുക്കേണ്ടത്. നാം തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മെ ശിക്ഷിക്കാൻ പലരും ഉണ്ടാകും. ഏറ്റവും കൂടുതൽ നമ്മളെ ശിക്ഷിക്കുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കളോ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ ആയിരിക്കും. ഒന്നിനോടും ഒരിക്കലും നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ അധ്വാനത്തിലേക്കുള്ള ശ്രമത്തിന് തടസ്സമായിരിക്കും. ഉള്ളത് നമുക്കെന്താണോ അതിൽ ശകലമെങ്കിലും നാളത്തേക്ക് ബാക്കി വയ്ക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. എല്ലാവരും നമ്മോട് കാണിക്കുന്ന സ്നേഹം അത് യാഥാർത്ഥ്യമാണോ അല്ലെന്നോ അപ്പോൾ അറിയില്ല. അതിന് കുറച്ച് സമയമെടുത്തതിന് ശേഷമേ അറിയാൻ പറ്റൂ. ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമ ആയിരിക്കണം. അതിനുള്ള തയ്യാറെടുപ്പായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും പകലും ത്രിസന്ധ്യയും. ഒപ്പം ഇന്ന് ലോകമെമ്പാടും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ ശ്രോതാക്കളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. അവർക്കും അല്ലാത്തവർക്കും എല്ലാവിധ ഉണ്ടാകണം. അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ അനായാസം
മാറ്റിക്കിട്ടാനും അതിനുള്ള പരിശ്രമിക്കാനുള്ള മനസ്സിൻ്റെ ഉടമകളാകാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം ഈശ്വരനോട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.